ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഗ്രീൻ കളറിലുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പാർട്ടികളിലും അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മാത്രമല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കിത് അരമണിക്കൂർ പോലും വേണ്ടത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഗ്രീൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ഗ്രീൻ മസാല അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു സവാള കട്ട് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഞാനൊരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചേർത്താലും മതി. ഇനി ഒരു പിടി മല്ലിയില, നല്ല ഫ്രഷ് ആയിട്ട് നല്ല പച്ച കളറിലുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല മഷി പോലെ തന്നെ തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏത് ഓയിൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം ഇട്ട് പൊട്ടുമ്പോൾ 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു മണമൊക്കെ നല്ല മൂത്ത മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കാം. പിന്നെ മിക്സി ജാറിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഈ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ഗ്രേവി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആദ്യം അതിൻ്റെ ഒരു പച്ച മണമൊക്കെ പോവണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ 1/2 കിലോ ചിക്കൻക്ക് വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ചിക്കൻ ചേർത്തിട്ട് ആദ്യം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് വേവുന്നത് വരെ ഇത് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ചിക്കനിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഗ്രേവിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ടും തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 12 അണ്ടിപ്പരിപ്പ് കുതിർത്തത്, ഒരു 1/4 കപ്പോളം 2-ാം പാലിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള 1-ാം പാലിൽ എടുത്തതിൻ്റെ ബാക്കി 2-ാം പാൽ ഒരു 1/4 കപ്പോളം എടുത്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. പിന്നെ കറി നന്നായിട്ടും തിളച്ചാൽ 1-2 തവണ മൂടി തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് വീണ്ടും മൂടി തുറന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് വേണം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ കറി ഒന്നുകൂടി തിക്കായിട്ട് വരും. നമ്മൾ ചിക്കൻ ചേർത്താൽ കറി ചിക്കൻ്റെ വെള്ളമൊക്കെ നിറങ്ങിയിട്ട് ഒന്ന് ലൂസായിട്ട് ഉണ്ടാവും. ഈ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ കറി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും. കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കറി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ കറി നന്നായിട്ട് തിക്കായിട്ട് വന്നാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒരു 2 നുള്ള് ഗരം മസാലയാണ്. ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന ടൈമിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. ഞാനിവിടെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കുറച്ച് സവാള ഫ്രൈ ചെയ്തതും കൂടി മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചപ്പാത്തിൻ്റെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.